മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-2026 വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ അവതരിപ്പിച്ചു. കൃഷി, ആരോഗ്യം, ഭവനം, കുടിവെള്ളം എന്നിവയുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് ബഡ്ജറ്റിൽ മുൻഗണന നൽകുന്നു. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-2026 സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ അവതരിപ്പിച്ചു. നമുക്ക് ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ആ രംഗത്ത് കൂടുതൽ കാർഷിക വിളകൾ ഉൽപാദനങ്ങൾ ഉണ്ടാക്കിയെടുത്ത് നാടിന്റെ പുരോഗതി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും പ്രധാനമായ ഊന്നൽ കൊടുത്തുകൊണ്ട് പോകുന്നു. മറ്റൊന്ന് ആരോഗ്യരംഗം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റൊന്ന് ജലവിഭവങ്ങൾ, അതായത് കുടിവെള്ള പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് പോകുന്നു. വീടില്ലാത്തവരുടെ വീട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടുകൾ കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ലൈഫ് മിഷൻ അടക്കമുള്ള പദ്ധതികൾക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രധാനമായിട്ടും മുമ്പോട്ട് പോവുകയാണ്. വിവിധങ്ങളായ പദ്ധതികളെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ളതെല്ലാം തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് 5 പഞ്ചായത്തുകളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതിൽ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആവിഷ്കരിച്ച ആദ്യത്തെ ഒരു പദ്ധതിയാണ് ഇവിടെ. കാർഷിക മേഖലയ്ക്ക് ധാരാളം പണം മാറ്റിവെക്കുന്നുണ്ട്. അത് നെൽകൃഷിക്കാകാം, കരകൃഷിക്കാകാം, മറ്റ് എല്ലാ മേഖലകളിലും പച്ചക്കറി അടക്കമുള്ള എല്ലാ കൃഷികൾക്കും ആവശ്യമായിട്ടുള്ള സാമ്പത്തികം മാറ്റിവെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ തന്നെ തനതായി ഏറ്റെടുത്ത ഒരു പ്രത്യേക പ്രോജക്റ്റാണ് മാവേലി മഞ്ഞൾ എന്ന് പറയുന്ന പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് മാറ്റിവെച്ചുകൊണ്ട് അതിന് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള തൊഴിലാളികളെ അടക്കം രൂപീകരിച്ചുകൊണ്ട് ഒരുപാട് വനിതകളായിട്ടുള്ള ആളുകളെല്ലാം ഈ മേഖലയിലേക്ക് തൊഴിൽ രംഗത്തേക്ക് വരികയുണ്ടായി. കൃഷി, ആരോഗ്യം, ഭവനം, കുടിവെള്ള പദ്ധതികൾ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ബജറ്റ് അവതരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് അധ്യക്ഷയായി. കാർഷിക മേഖലയിൽ കർഷകർ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് വയ്ക്കുക മാത്രമല്ല, കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പ്രോജക്റ്റുകൾ എന്താണ് എന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വെർട്ടിക്കൽ ആക്സസ് പമ്പ് ഉൾപ്പെടെ നമ്മൾ ആ കർഷകരെ സഹായിക്കുവാൻ, കർഷകർക്ക് പെട്ടിയും പറയും ഉൾപ്പെടെ ഉള്ള പ്രോജക്റ്റുകൾ ഏറ്റെടുത്തുകൊണ്ട് കൂലിച്ചെലവ് സബ്സിഡി കൊടുത്തുകൊണ്ട് കർഷകരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുകയാണ്. അതോടൊപ്പം തന്നെയാണ് ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ക്ഷീര മേഖലയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ സഞ്ചരിക്കുന്ന പാൽക്കാരി എന്നുള്ളൊരു നൂതന പ്രോജക്റ്റ് തന്നെ എടുത്ത് നടപ്പിലാക്കി. അവർക്ക് ഇൻസെന്റീവും സബ്സിഡിയും ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മുടെ ക്ഷീര കർഷകരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതി ചെയ്തു വരികയാണ്. 37,57,17,918 രൂപ വരവും 37,42,67,100 രൂപ ചിലവും 10,50,50,818 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. കൃഷി, ആരോഗ്യം, കുടിവെള്ള പദ്ധതികൾ, ഭവന പദ്ധതികൾ, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ പദ്ധതികൾ, വൃദ്ധ വികലാംഗ ക്ഷേമ പ്രവർത്തനങ്ങൾ, ശുചിത്വ പദ്ധതികൾ, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നിവയ്ക്ക് ബജറ്റിൽ പരിഗണന നൽകിയിട്ടുണ്ട്. മുൻവർഷത്തെ ജനോപകാരപ്രദമായ പൂർത്തിയാകാത്ത പദ്ധതികൾ പൂർത്തിയാക്കുന്നതിനും ഊന്നൽ നൽകുന്നു. മാവേലി മഞ്ഞൾ പോലെ നൂതന പ്രൊജക്ടുകൾ ഉൾക്കൊള്ളിച്ചുമാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പാർപ്പിട മേഖലയ്ക്ക് 4.25 കോടി രൂപ വകയിരുത്തി. കാർഷിക വികസന പരിപാടികൾ, കൃഷി അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയ്ക്ക് 64 ലക്ഷം രൂപ നീക്കിവെച്ചു. ക്ഷീരവികസന മേഖലയ്ക്ക് 68 ലക്ഷം രൂപയും പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠനമുറി നിർമ്മിക്കുന്നതിന് 65 ലക്ഷം രൂപയും ആരോഗ്യ മേഖലയ്ക്ക് 44 ലക്ഷം രൂപയും ശുചിത്വ മാലിന്യ പരിപാലന പദ്ധതികൾക്ക് 28 ലക്ഷം രൂപയും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായുള്ള പദ്ധതികൾക്ക് 39 ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BK പ്രസാദ് കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ് മാവേലിക്കര.